ഹലോ, എല്ലാവർക്കും സലാം ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിയാദിലുള്ള സുലൈമാനിയിലെ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലുള്ള കുറേ കാഴ്ചകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ചാനൽ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്നും കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ നല്ല നല്ല വീഡിയോകൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. നമ്മളൊരു തുടക്കക്കാരനെന്ന നിലയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോകളിലൂടെ ചെയ്തിട്ട് പിന്നെ ചാനൽ ഒന്നുകൂടെ ഇതായതിനു ശേഷം നല്ല വീഡിയോകളൊക്കെ ചെയ്യാം. ഇതിപ്പം മോശമാണെന്നല്ല. അപ്പം നമ്മൾ ഇതുവരെ ആരും അങ്ങനെ കാണിക്കാത്ത കുറേ കാഴ്ചകളാണ് നമ്മൾ കാണിക്കുന്നത്. അതായത് റിയാദ് എല്ലാവരും സിറ്റി കാഴ്ചകളൊക്കെ മാത്രമാണ് കാണിക്കുന്നത്. ഇത് നമ്മളിന്ന് അറബികളൊക്കെ താമസിക്കുന്ന സുലൈമാനിയിലെ മറ്റൊരു ഭാഗത്ത്. ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട് റെസിഡൻഷ്യൽ ഏരിയയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറൊരു സൈഡാണ്, ഒലയ്യ സൈഡായിരുന്നു. ഇത് സുലൈമാനി സൈഡാണ്. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും തുടർന്നും കണ്ടുകൊണ്ടിരിക്കുക. ഇതെല്ലാം അറബികൾ താമസിക്കുന്ന വീടുകളാണ്. കണ്ടില്ലേ, എല്ലാ വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്ന വെളിയിലും. ഇതെല്ലാം വില്ലാസും ഉണ്ട്, അല്ലാതെ ഒരുമിച്ചുള്ള പിന്നെ ഫ്ലാറ്റുകളും അല്ലാത്തതും എല്ലാം ഉണ്ട്. എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഇതാണ്. അതായത് ഇവർ ഇപ്പം ഒരു റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കണ്ടമാനം ആൾക്കാരിങ്ങനെ അടുത്തടുത്തടുത്ത വീടുകളുണ്ടാവും. പക്ഷേ എല്ലാ വീടുകളും വലിയ മതിലൊക്കെ കെട്ടി മറച്ച് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കും. പിന്നെ അല്ലാതെ കോമ്പൗണ്ടുകളും ഉണ്ടാവും. വലിയ കോമ്പൗണ്ടിനുള്ളിൽ കുറേ പിന്നെ വീടുകളുണ്ടാവും, വില്ലാസുകളുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പം ഇതെല്ലാം VIP-കളൊക്കെ താമസിക്കുന്ന ഏരിയ തന്നെയാണ്. ഇവിടെ പിന്നെ അല്ലാത്ത ബിസിനസ്സുകാരും അല്ലാത്തവരും എല്ലാം താമസിക്കുന്നുണ്ട്. അപ്പം ഇതിന് കുറച്ച് അപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇന്ത്യക്കാരും താമസിക്കുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കൂടുതലും ഇവർ അറബികളുടെ ഏരിയയാണ്. ഇവിടെ എല്ലാം അറബികളുടെ വീടുകളാണ്. ഇത് മൊത്തം അറബികളുടെ വീടുകളാണ്. ഇതെല്ലാം VIP-കൾ താമസിക്കുന്ന വീടുകളാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകളിൽ നമ്മൾ കൂടുതലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും മതിൽ കെട്ടി ഇങ്ങനെ മറച്ച് ഇങ്ങനെ പിന്നെ ഉള്ളിലുള്ള ഇവർക്കൊരു കോമ്പൗണ്ട് ജീവിതമാണ് ഇവരുടെ എല്ലാം കൂടുതലും. പുറമേ അങ്ങനെ അയൽവക്കവുമായിട്ട് നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവർക്ക് പരസ്പരം എല്ലാ അയൽവക്കക്കാരെ എല്ലാം ഇവർക്ക് തിരിച്ചറിയുകയും കാര്യങ്ങളും എല്ലാം അറിയുകയും ഒക്കെ ചെയ്യാം. പക്ഷെങ്കിൽ ഇവർ പൊതുവേ വീടുകളെല്ലാം പൊതുവേ മതിൽ കെട്ടി ഇങ്ങനെ മറച്ച രീതിയിലായിരിക്കും. പക്ഷേ ഇവരുള്ള അയൽവക്കക്കാരുമായിട്ടൊക്കെ ഇവർക്ക് നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് പുറമേ നമ്മൾ നോക്കുന്നവർക്ക് അത് മനസ്സിലാകത്തില്ല. നമ്മൾ വിചാരിക്കും ഇവർ എല്ലാം മതിലും കെട്ടി ഇങ്ങനെ മറിച്ച് മറ്റുള്ളവരെ അയൽവക്കക്കാരെ ഒന്നും തിരിച്ചറിയത്തില്ല. അങ്ങനെയൊന്നുമല്ല. ഇവർക്ക് അറബികളായിട്ടുള്ള അവരെ എല്ലാം ഇവർക്ക് പരസ്പരം അറിയുകയും കാര്യങ്ങൾ. കാരണം ഇവർ പള്ളികളിലൊക്കെ പോകുമ്പോൾ അവിടെ വെച്ച് ഇവർ കാണുകയും പരസ്പരം ഫാമിലികളെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അതായത് അതുപോലെ തന്നെ ഇവരൊരു പുതിയതായിട്ട് ഒരാളെ ഒരു വീട് വിറ്റ് വേറൊരാൾ പുതിയ വീട് വാങ്ങിച്ച് തൊട്ടയൽവക്കത്ത് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരവിടെ പോയി അവരെ മധുരമൊക്കെ കൊടുത്ത് അവർ പരിചയപ്പെടുകയും അവരുമായിട്ട് ഒരു ബന്ധം നിലനിർത്തുകയൊക്കെ ചെയ്യും അവർ. പിന്നീട് ഇവർ ഫാമിലി ഗെറ്റ് ടുഗദറിലൊക്കെ ഇവർ ആൾക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വരികയും സന്തോഷങ്ങൾ പങ്കിടുകയും ഇതെല്ലാം ചെയ്യും. പാർട്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇവർ കൂടുതലും പാർട്ടികൾ എപ്പോഴും ഉണ്ടാവും. എല്ലാ ആഴ്ചകളിലും വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ അല്ല ശനിയാഴ്ചയോ ഈ ദിവസങ്ങളിലെല്ലാം പാർട്ടി ഉണ്ടാവും. അതൊക്കെയാണ് ഇവരുടെ ഒരു ജീവിതശൈലി. ഇപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. കണ്ടില്ലേ, ഇത് മൊത്തവും ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വീടുകളാണ്. പക്ഷേ എല്ലാ വീടുകളുടെയും രണ്ട് സൈഡിലൂടെ ഇങ്ങനെ റോഡുകളും ഉണ്ടാവും. കാരണം ഇവർക്കെല്ലാം വണ്ടിയുള്ളത് കാരണം റോഡ് ഇല്ലാതെ പറ്റത്തില്ലല്ലോ. എല്ലാ സൈഡിലേക്കും ഗലികൾ ഇങ്ങനെ ഗലിയായിട്ട് കിടക്കുകയാണ്. എല്ലാ സൈഡിലേക്കും ഇങ്ങനെ റോഡുകളും അതിനോട് ചേർന്ന് വീടുകളുമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. വളരെ വിശാലമായിട്ട് കുറേ ഏരിയ ഉണ്ട്. ഞാൻ കുറേ ഏരിയ കവർ ചെയ്തിട്ടാണ് ഇതെല്ലാം കാണിച്ചു തരുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറേ ഇത് ഇടയ്ക്കിടയ്ക്ക് ഓരോ മസ്ജിദുകളും ഉണ്ടാവും. അപ്പം എല്ലാം കൊണ്ടും അവർക്ക് വേണ്ടതെല്ലാം ഉണ്ടാവും. സ്കൂളുകളുണ്ടാവും, മസ്ജിദ് ഉണ്ടാവും. പിന്നെ തൊട്ടടുത്ത് എല്ലാം സിറ്റികളും ഉണ്ടാവും. എല്ലാം സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പിന്നെ ഇവർക്കെല്ലാം വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടൊന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളിങ്ങനെ തുടർന്നും കണ്ടുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ പല വീഡിയോകളും ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. അപ്പം
ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പരസ്യമായിട്ട് ഇറങ്ങി അങ്ങനെ വീഡിയോ പിടിക്കാനൊക്കെ പ്രയാസമാണ്. കാരണം അതിന് പ്രത്യേകം പെർമിഷനൊക്കെ വാങ്ങണം. ആ പെർമിഷനൊക്കെ വാങ്ങണമെങ്കിൽ വലിയ പൈസ കൊടുക്കണം. അതായത് 2 വർഷത്തേക്ക് അല്ലെ 1 വർഷത്തേക്ക് നമ്മൾ 5000 റിയാലൊക്കെയാണ് അടയ്ക്കേണ്ടത്. അതായത് മീഡിയ പെർമിഷൻ എന്ന് പറയും. അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാലേ ശരിക്കും നമ്മൾ ബ്ലോഗൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. അല്ലാത്തവർക്കൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതിനെ പിടിച്ചു കഴിഞ്ഞാൽ അവർ ഫൈനൊക്കെ അടിക്കും. ഇത് പിന്നെ ഞാൻ അത് പോലീസുകാരൊന്നും ഇല്ലാത്ത സമയമൊക്കെ നോക്കി എപ്പോഴും ഉണ്ടാവും. എന്നാലും നമ്മുടെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അവരെ കാണുമ്പോഴൊക്കെ നമ്മൾ ക്യാമറ മറച്ചു പിടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെയാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. വളരെ റിസ്ക് പിടിച്ചിട്ടൊക്കെയാണ് നിങ്ങളെ ഇതൊക്കെ കാഴ്ചകളൊക്കെ കാണിച്ചു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും, ഇങ്ങനെ ഗൾഫ് രാജ്യങ്ങളിലൊന്നും പോകാത്തവരും ഉണ്ടാവും. വീട്ടിലിരിക്കുന്ന അമ്മമാരും ഒക്കെ ഉണ്ടാവും. അവർക്കൊക്കെ വേണ്ടി ഇങ്ങനെയുള്ള കാഴ്ചകൾ, അവർക്ക് ഇങ്ങനെയുള്ള കാണാത്ത കാഴ്ചകളൊക്കെ കാണുമ്പോൾ അവർക്കൊരു മനസ്സിനൊരു സന്തോഷം കിട്ടും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പിന്നെ ഉൾഭാഗങ്ങളിലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കുന്നതും, പിന്നെ നമ്മളിപ്പം എവിടെ നോക്കിയാലും വലിയ വലിയ വ്ളോഗർമാരെല്ലാം സിറ്റി ഏരിയകളും അല്ലെങ്കിൽ എന്തെങ്കിലുമുള്ള പ്രത്യേകത ഉള്ള പാർക്കുകളും അങ്ങനെ ഇങ്ങനത്തെയൊക്കെ ഉള്ളതൊക്കെ കാണിക്കാറുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള റെസിഡൻഷ്യൽ ഏരിയകളൊക്കെ വളരെ ചുരുക്കം ആൾക്കാരെ കാണിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ചെറിയ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. അപ്പം ഇത് നാട്ടിലുള്ള ഗൾഫിൽ പോയി കാഴ്ചകളൊന്നും കാണാത്തവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം എല്ലാവരും കണ്ടവർക്കും കാണാം, അല്ലാത്തവർക്കും കാണാം. എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. ഇതെല്ലാം ഇങ്ങനെ പുതിയ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് വീടുകൾ. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകൾ ഇത്ര വർഷം മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ അത് പൊളിച്ചു മാറ്റി പുതിയ വീട് വെക്കണം. അല്ലെങ്കിൽ റിപ്പയർ ചെയ്യേണ്ട വീടുകളാണെങ്കിൽ അവർ ഗവൺമെൻറ് തന്നെ ഇതിന് നോട്ടീസൊക്കെ കൊടുക്കും. അപ്പോൾ അവർ പിന്നെ ഇത്ര വർഷത്തിനുള്ളിൽ അത് റിപ്പയർ ചെയ്യണം, അല്ലാതെ പൊളിച്ചു മാറ്റേണ്ടതാണെങ്കിൽ പൊളിച്ചു മാറ്റണം. അങ്ങനെയൊക്കെയുള്ള നല്ല രീതിയിലുള്ള നിയമങ്ങളുണ്ട് ഇവിടെ. ആ നിയമങ്ങൾ എല്ലാവരും ഇവിടെ പാലിക്കുന്നുമുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെയല്ല. നമ്മുടെ നാട്ടിലെ പിന്നെ ഇതിൻ്റെ ഒക്കെ പഞ്ചായത്തിൽ നിന്നായാലും ഇവിടെ നിന്നായാലും ഒരു പെർമിഷൻ പോലും എടുക്കാതാണ് നമ്മൾ വേറെ വീടുകളും കാര്യങ്ങളും ഒക്കെ വെക്കുന്നത്. അതായത് എൻ്റെ വീട്ടിലേക്കുള്ള ഫ്രണ്ടിലേക്കൊരു ഷീറ്റ് ഇറക്കുക, ഇതൊക്കെ എന്ന് കഴിഞ്ഞാൽ അതിനെല്ലാം നമ്മൾ പെർമിഷൻ വാങ്ങണമെന്നാണ്. നമ്മളതൊന്നും നോക്കാറില്ല. പിന്നെ ചില ആൾക്കാരൊക്കെ അത് ചെയ്യുന്നുണ്ട്. നിയമങ്ങൾ പാലിക്കണം. അതേപോലെയാണ് ഇവിടെ എല്ലാം സ്ട്രിക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ ഗവൺമെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ അംഗീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് പഴയ വീടുകളൊക്കെ പിന്നെ അതിൻ്റെ കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ പൊളിച്ച് മാറ്റി പുതിയ വീട് പണിയണം. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ നിയമങ്ങൾ. അല്ലാതെ പഴയ വീട് എത്ര പൊളിഞ്ഞ് കിടക്കുന്ന വീടുകളായാലും അങ്ങനെ ഇവിടെ നിലനിർത്തത്തില്ല. പിന്നെ നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ കാണാം ഇങ്ങനെ പഴയ വീടുകളൊക്കെ. പക്ഷേ അതൊക്കെ അവർ നോട്ടീസൊക്കെ കൊടുത്ത് ഫൈനൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അവർ ചില ആൾക്കാർ പൊളിക്കാനൊക്കെ സമയം വൈകും. അങ്ങനെ കുറേ നോക്കും അവർ. എന്നിട്ടും പൊളിച്ചില്ലെങ്കിൽ അവർ വന്ന് പൊളിച്ച് കളയും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ റൂൾസ്. ഇപ്പോൾ ഇതെല്ലാം കണ്ടില്ലേ, റെസിഡൻഷ്യൽ ഏരിയയാണ്. എല്ലാ വീടുകളിലും 2-3 വണ്ടികളൊക്കെ ഉണ്ടാവും. 2-3 അല്ല, 5-6 വണ്ടികളൊക്കെ ഉണ്ടാവും. വീടിൻ്റെ ഉള്ളിൽ തന്നെ ഗ്യാരേജിൽ പാർക്കിംഗ് ഉണ്ടാവും. അത് കൂടാതാണ് വണ്ടി പുറത്ത് വിട്ടേക്കുന്നത്. അപ്പോൾ എല്ലാ വീടുകളിലും 5-6 വണ്ടിയാണ്. അപ്പം കാരണം അകത്ത് സ്ഥലമില്ലാതെ പിന്നെ പുറത്തും കൂടെ അവർ പാർക്ക് ചെയ്യും. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതിഗതികൾ. പിന്നെ ഇപ്പം ചൂട് കാലമൊക്കെയാണ്, ചൂട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സൗദിയിലെ കാഴ്ചകൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, എല്ലാവർക്കും